സമയം 3:30 ഞാനിപ്പോൾ ഈരാറ്റുപേട്ട ടൗണിൽ കൂടെ നടക്കുകയാണ്. KSRTC സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇവിടുന്ന് കോഴിക്കോട്ടേക്കുള്ള ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ കോഴിക്കോട് യാത്രയാണ് ഇന്നത്തെ ട്രാവൽ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളുപ്പിനെ 3 മണിക്കുള്ള ഈരാറ്റുപേട്ട ടൗണിൻ്റെ ഒരു ദൃശ്യമാണ്. അങ്ങനെ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചു. ചായക്ക് 12 രൂപയാണ് റേറ്റ് വരുന്നത്. രാവിലെ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ഒരു ഉന്മേഷമുണ്ട്. യാത്ര നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ KSRTC സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് 4:10 നമ്മുടെ ബസ് വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 3:30 മണിയായി. ഇനി 4:10 വരെ വെയിറ്റ് ചെയ്യണം. നേരത്തെ ഒരു ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും നേരത്തെ വരുന്നതായിരിക്കും നല്ലത്. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 307 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. 4:10 പുറപ്പെടുന്ന ഈ KSRTC ബസ് കോഴിക്കോട് 12:10 ഈ 4:10 ബസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 7:05 പിന്നെ അടുത്ത ബസ് എന്ന് പറഞ്ഞാൽ 10:20 10:20 ബസ് കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് വരുന്ന ബസ്സാണ്. 7:05 ബസ് സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നൊരു ബസ്സാണ്. പിന്നെ അടുത്ത ബസ് എന്ന് പറയുന്നത് 13:55 അതായത് 1:55 അടുത്ത ബസ്. അത് 9:30 ആകുമ്പോഴത്തേന് കോഴിക്കോട് എത്തും. അതിന് 320 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ അടുത്ത ബസ് എന്ന് പറയുന്നത് 6:20 ആ ബസ് രാത്രി 1:15 കോഴിക്കോട്ടെത്തും. പിന്നെ അടുത്ത ബസ് എന്ന് പറയുന്നത് 7:10 ആ ബസ് വെളുപ്പിനെ 3:10 കോഴിക്കോടെത്തും. അതിന് റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അത് 328 രൂപയാണ് റേറ്റ് കാണിക്കുന്നത്. അത് പത്തനംതിട്ട ഡിപ്പോയിലെ ബസ്സാണ്. അത് നോർമൽ പാസ്റ്റ് പാസഞ്ചറാണ്, പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അതിനെ സംഭവം മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ബസ്സിൻ്റെ റൂട്ടെന്ന് പറയുവാണെങ്കിൽ ഇവിടുന്ന് ഈരാറ്റുപേട്ടൻ നേരെ പാലായിലേക്കാണ് ചെല്ലുന്ന വണ്ടി. പാലായിൽ നിന്ന് തൊടുപുഴ, തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലിയിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് പുതുക്കാടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വാടാനപ്പള്ളിയിൽ നിന്ന് ചാവക്കാട് നിന്ന് നേരെ പൊന്നാനിയിൽ നിന്ന് തിരൂരിൽ നിന്ന് താനൂരിൽ നിന്ന് പരപ്പനങ്ങാടി, പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി. ഫൈനലി അങ്ങനെ കോഴിക്കോട് നമ്മുടെ ബസ് 12:15 അങ്ങനെ ഫൈനലി നമ്മുടെ ആദ്യത്തെ ബസ് സ്റ്റോപ്പായ പാലാ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പാലായിൽ നമ്മൾ വിട്ടു. ഇനി നമ്മൾ ബൈപ്പാസിലേക്ക് കയറി നേരെ തൊടുപുഴ ലക്ഷ്യമാക്കി പോകും. ഈ സൈഡിൽ കാണുന്നതാണ് KR ബേക്കറി. അങ്ങനെ നമ്മൾ പാലാ ബൈപ്പാസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പാലയുടെ പുതിയ ബൈപ്പാസ്. അങ്ങനെ നമ്മൾ തൊടുപുഴ റോട്ടിലോട്ട് കയറുകയാണ്. എറണാകുളം മൂവാറ്റുപുഴയൊക്കെ ഈ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കേരളത്തിൻ്റെ വടക്കേ ഭാഗത്തോട്ടെല്ലാം പോകുന്നത് നമ്മൾ ഈ റോഡ് വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ തൊടുപുഴ ലക്ഷ്യമാക്കി പോവുകയാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റ്, നല്ലൊരു AC ഇരിക്കുന്നൊരു പ്രതീതിയാണ്. നല്ലൊരു വൈബുള്ളൊരു യാത്രയാണ്. അങ്ങനെ നമ്മുടെ ബസ് കരിങ്കുന്നം എത്താറാകുമ്പോഴത്തേന് കുറേ വളവുകളും വളവുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കരിങ്കുന്നം. പാലാ തൊടുപുഴ റൂട്ടിലെ ഏറ്റവും മനോഹരമായൊരു ലൊക്കേഷനാണ് ഈ കരിങ്കുന്നം റോഡ്. അവിടെ ഒരുപാട് വളവുകളും തിരിവുകളും ഉള്ള അടിപൊളി മനോഹരമായ റോഡാണ്. ഇതിൻ്റെയൊക്കെ ഡ്രോൺ ഷോട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ രാത്രിയാണ് നമുക്ക് അങ്ങനെ വലിയ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അടിപൊളി റോഡ് വെച്ചാൽ അടിപൊളി റോഡാണ്. ഇതുപോലെ നമുക്ക് ഈരാറ്റുപേട്ട ഭാഗത്തുനിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് 2 തൊടുപുഴയിലേക്ക് പോകാം. ഒന്ന് പാലാ വഴിയും പോകാം, ഒന്ന് ഈരാറ്റുപേട്ട ഡയറക്റ്റ് തൊടുപുഴയ്ക്ക് പോകാം. ഡയറക്റ്റ് തൊടുപുഴയ്ക്ക് പോകുന്ന വഴി എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഹെയർപിൻ വളവുകളുമൊക്കെ ഉള്ളൊരു അടിപൊളി റോഡാണ്. ഈ റോഡിന് അത്രയും വീതിയില്ല. ഈ റോഡിനാണ് വീതി കൂടുതൽ. പക്ഷെ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ആ റോഡ് വഴി പോകുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു ഫോറസ്റ്റിലൂടെയുള്ളൊരു യാത്ര പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും ആ റോഡ് വഴിയുള്ള യാത്ര. നമ്മുടെ ഹെയർപിൻ വളവുകളിലൊക്കെ താണ്ടിയുള്ളൊരു യാത്രയാണിത്. ഇങ്ങനെയുള്ള യാത്രയിൽ കണ്ടില്ലേ, ഒരു വണ്ടി പോലും ഡിം ചെയ്ത് തരുന്നില്ല. എതിരെ വരുന്ന ഒറ്റ വണ്ടി ഡിം ചെയ്ത് തരുന്നില്ല. നിങ്ങൾക്ക് അതെല്ലാം ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി ചുരങ്ങളൊക്കെ താണ്ടി പോവുകയാണ്. ചുരം എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ചുരം, മിനി ചുരം. നമ്മൾ തൊടുപുഴ ലക്ഷ്യമാക്കി നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് നേരെ നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കും. അവിടുന്ന് തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം, അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട്. അങ്ങനെ 5 ജില്ലകളിലൂടെ താണ്ടി ഏകദേശം 250 കിലോമീറ്ററാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ ദൈർഘ്യം വരുന്നത്. 8 മണിക്കൂറാണ് ഇതിന് ഡ്യൂറേഷൻ വരുന്നത് യാത്രയ്ക്ക്. പിന്നെ ട്രാഫിക് ബ്ലോക്കൊക്കെ വെച്ച് അതിലും കൂടാം. ഈ രാവിലെ സമയമായതുകൊണ്ട് ഒരു ബ്ലോക്കും ഇല്ല. ഈരാറ്റുപേട്ട കഴിഞ്ഞാൽ നേരെ പാലായിലാണ് സ്റ്റോപ്പ്. പാല കഴിഞ്ഞാൽ നേരെ തൊടുപുഴയിലാണ് സ്റ്റോപ്പ്. ഇടയ്ക്കൊന്നും ആൾക്കാരൊന്നും അങ്ങനെ കയറാനൊന്നുമില്ല. കയറാനുണ്ടെങ്കിൽ മാത്രമേ സ്റ്റോപ്പുകളുള്ളൂ.
അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്, തൊടുപുഴ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. തൊടുപുഴ പുതിയ സ്റ്റാൻഡാണിത്. നേരത്തെ വേറൊരു സ്ഥലത്തായിരുന്നു സ്റ്റാൻഡ് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പുതിയ സ്റ്റാൻഡാണ്. ഇത് തൊടുപുഴ ആറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ലോങ് റൂട്ടിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന ഒരുപാട് ബസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തൊടുപുഴ സ്റ്റാൻഡിനോട് ബൈ പറഞ്ഞു നമ്മൾ അടുത്ത സ്റ്റാൻഡായ മൂവാറ്റുപുഴയിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വാഴക്കുളം, അതായത് പൈനാപ്പിൾ സിറ്റിയൊക്കെ താണ്ടിയുള്ള യാത്രയാണ് ഇനി. അപ്പോൾ യാത്രയിൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ഈ രാത്രി ആയതുകൊണ്ട്, നേരം വെളുത്ത് വരുന്നതുകൊണ്ട് നമുക്കങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രത്യേക വൈബാണ് ഈ സമയത്തുള്ളൊരു യാത്ര. അങ്ങനെ നമ്മുടെ ബസ് വാഴക്കുളം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ വാഴക്കുളമാണ്. വാഴക്കുളം എന്ന് വെച്ചാൽ കേരളത്തിലെ പൈനാപ്പിൾ സിറ്റിയാണ് വാഴക്കുളം. അങ്ങനെ ഫൈനലി മൂവാറ്റുപുഴ എത്തിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ ഫേമസ് ഒരു സ്ഥലമാണ്. മൂവാറ്റുപുഴയിൽ ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ് നിർമ്മല കോളേജ്. വളരെ ഫേമസ് ആയിട്ടൊരു കോളേജാണ് നിർമ്മല കോളേജ്. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ എറണാകുളം ജില്ലയാണിത്. മൂവാറ്റുപുഴയൊക്കെ കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണോ അല്ലയെന്നൊന്നും അറിയത്തില്ല. വാർത്തകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി മൂവാറ്റുപുഴ ജില്ലയിലേക്ക് കയറുകയാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. അങ്ങനെ മൂവാറ്റുപുഴ സ്റ്റാൻഡിനോട് വിട പറഞ്ഞ് ബസ് അടുത്ത സ്റ്റാൻഡായി. ഇനി നമ്മുടെ അടുത്ത സ്റ്റാൻഡ് എന്ന് വെച്ചാൽ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ നമുക്കൊരു 10 മിനിറ്റ് ഗ്യാപ്പുണ്ട്. മൂത്രം ഒഴിക്കാനൊക്കെ, നമുക്ക് ചായ കുടിക്കാനൊക്കെ അവസരമുണ്ട്. ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ നമ്മൾ ശരിക്കും ഒരു പ്ലാൻഡ് ആയിരിക്കണം. നമുക്കെവിടെ ടോയ്ലറ്റിൽ പോകാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുക. അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഭയങ്കര പണിയാവും. ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിരിക്കും ഗ്യാപ്പ് കിട്ടുന്നത്. ഈ വടക്കോട്ടുള്ള യാത്രയിൽ ഈ ഈരാറ്റുപേട്ട പാല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വണ്ടിയാണെങ്കിൽ അതിന് പെരുമ്പാവൂരായിരിക്കും ഇത്തിരി സ്റ്റോപ്പ് വരുന്നത്, ഒരു 10 മിനിറ്റ് സ്റ്റോപ്പ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. നല്ല മനോഹരമായൊരു സിറ്റിയാണ്. നല്ല നേരം വെളുത്ത് വരുന്നതിൻ്റെ ആ ലോറി ഫ്രണ്ടിൽ പോകുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ആ ലോറിക്കാരൻ നമുക്ക് സൈഡ് തരുന്നേ ഇല്ല. ഇപ്പം നമ്മൾ ആ ലോറിക്കാരനെ ഓവർടേക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. ആ ലോറിക്കാരൻ സൈഡ് തരുന്നേ ഇല്ല. ഒരു തമിഴ്നാടിൻ്റെ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ലോറിക്കാരനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ലോറിക്കാരൻ സൈഡ് തരുന്നേ ഇല്ല. ഒന്നാമത് രാവിലെയാണ്, റോഡിലൊന്നും ഒരു തിരക്ക് പോലും ഇല്ല. ഉണ്ടോ, ലോറിക്കാരൻ തരുന്നേ ഇല്ല, സൈഡ് തരുന്നേ ഇല്ല. സൈഡ് താടാ ലോറിക്കാരാ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വിദഗ്ധമായി വളച്ച് ലോറിയെ ഓവർടേക്ക് ചെയ്തു. ഈ ലോറിക്കാരാണ് നമ്മളായിട്ട് കുറേയിട്ട് വട്ടം കറക്കി. ഇനി നമ്മൾ പെരുമ്പാവൂർ ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ ഒരുപാട് തടി ലോറികൾ കാണാൻ പറ്റും. ഇത് കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ നിന്ന് റബ്ബർ തടികൾ കയറ്റിക്കൊണ്ടുപോകുന്ന ലോറികളാണ്. ഇത് ഫ്ലൈവുഡ് നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന തടികളാണ്. ഇത് റബ്ബർ തടികളാണ്. ഒരുപാട് ലോറികൾ നമുക്ക് കാണാം. കുറച്ചും കൂടെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ലോറിയുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ കാണാൻ സാധിക്കും. അത്രയും ലോറികളാണ് തടിയുമായിട്ട് വരുന്നത്. ഇപ്പോൾ കണ്ടോണം, ഇഷ്ടം പോലെ ലോറികളാണ് ഇതുപോലെ കാണാൻ വരുന്നത്. ഇത് എസ് സി ലോറിയിലാണ് നമുക്ക് ഈ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ലോറിക്ക് പല ഷേപ്പുകളാണ്. പക്ഷേ കേരള കർണാടകയിലെ ലോറി എസ് സി ലോറി ഉള്ളത് ഇവിടെ രണ്ടിടത്തുമാണ്. ഇവിടുത്തെ ഒരു ലോറിക്കൊരു പ്രത്യേക ഭംഗിയാണ്. തടി ലോറിക്ക് ആ തടി ലോറി തടിയിൽ ആയിട്ട് പോകുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ വളവൊക്കെ തിരിഞ്ഞു പോകുന്നതൊക്കെ കാണാൻ വേണ്ടി. ഈ ലോറിക്കാരൻ നമുക്ക് അങ്ങനെ സൈഡ് തരുന്നില്ല. അങ്ങനെ നമ്മൾ ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ഇതൊരു എസ് സി ലോറിയാണ്. ഒരുപാട് ലോഡും കയറ്റി വരുന്ന വണ്ടികൾ നമുക്ക് ഇഷ്ടം പോലെ കാണിക്കാൻ പറ്റും. ഇത് പെരുമ്പാവൂരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെരുമ്പാവൂർ ഒരു ബംഗാളി
സിറ്റിയാണ് കേരളത്തിലെ. ഒരുപാട് ബംഗാളികൾ മാത്രമേ ഇപ്പോൾ നമുക്ക് പെരുമ്പാവൂർ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തടി ലോറികളുടെ സംസ്ഥാന സമ്മേളനമാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ രണ്ടാമത്തെ ആഴ്ചയാണ് അടുപ്പിച്ച് കോഴിക്കോട് പോകുന്നത്. ഈ രണ്ടാമത്തെ ആഴ്ച പോയപ്പോഴും ഇതേ ദൃശ്യം തന്നെയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തടി ലോറിയുടെ സംസ്ഥാന സമ്മേളനം എന്ന് വേണം പറയാം. ഇഷ്ടം പോലെ തടി ലോറിയാണ്, ഇഷ്ടം പോലെ. അതായത് വെളുപ്പിന് ഒരു 5 മണി ആ സമയം, ഏകദേശം ആ സമയമായി. അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. പെരുമ്പാവൂർ സ്റ്റാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇടവഴിയിലാണ് സ്റ്റാൻഡ് സ്ഥിതി എന്ന് വേണം പറയാം. ഒരു സെമിത്തേരിയുടെ അടുത്ത് കണ്ടില്ലേ, ആ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വഴിയാണ്. ഒരു സെമിത്തേരി വഴിയിലൂടെ കയറിയാണ് നമ്മൾ പെരുമ്പാവൂർ സ്റ്റാൻഡിലോട്ട് പോകുന്നത്. കണ്ടില്ലേ, ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാൻ ഗ്യാപ്പില്ല. ഈ യാത്രയിൽ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ ഒരു സ്റ്റാൻഡും ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് കണ്ടിട്ടില്ല. ഇതിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെരുമ്പാവൂരിലെ സ്റ്റാൻഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ടുപിടിക്കാൻ തന്നെ എന്നാ പാടാം. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ടൗണിൻ്റെ റോഡ് സൈഡിൽ തന്നെയായിരിക്കും സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് സെമിത്തേരിക്ക് ഉള്ളിലോട്ട് പോയി കുറേ അങ്ങോട്ട് കയറി ഒരു ഉള്ളേരിയിലാണ് ഈ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 10 മിനിറ്റ് ഗ്യാപ്പുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ പെരുമ്പാവൂർ സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന ഒരു വണ്ടി കാണാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഹബ്ബാണ് ശരിക്കും. ഇവിടെ നമുക്ക് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് വണ്ടി ഇവിടുന്ന് ലഭ്യമാണ്. വടക്കോട്ടോ തെക്കോട്ടോ സൗത്തിലേക്കോ നോർത്തിലേക്കോ ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഈവൻ നമുക്ക് ഇൻ്റർസ്റ്റേറ്റ് വരെ പോകാൻ നമുക്ക് ഇവിടുന്ന് ബസ് നമുക്ക് അവൈലബിളാണ്. ഇവിടെ നമുക്ക് 10 മിനിറ്റ് ഗ്യാപ്പുണ്ട്. നമുക്ക് മൂത്രം ഒഴിക്കാനോ ചായ കുടിക്കാനൊക്കെ ഒരു അവസരമുണ്ട്. എല്ലാ വണ്ടിക്കും ഇവിടെ നമുക്ക് ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം നിങ്ങൾ ദൂരയാത്ര പോകുമ്പോൾ തന്നെ പെരുമ്പാവൂരും തൃശ്ശൂരൊക്കെയാണ് ഒരു ബ്രേക്കിംഗ് പോയിൻ്റായിട്ട് കാണേണ്ടത്. അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ സ്റ്റാൻഡിനോട് വിട പറഞ്ഞു. ഇനി അടുത്ത ലൊക്കേഷൻ വെച്ചാൽ അങ്കമാലിയാണ്, നമ്മുടെ എയർപോർട്ട് സിറ്റി. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന അങ്കമാലിയിലാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റാൻഡ് എന്ന് വെച്ചാൽ അങ്കമാലി സ്റ്റാൻഡാണ്. നമ്മൾ അങ്കമാലി സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. നേരം വെളുത്തു വരികയാണ്. നമ്മൾ 8:30 ആകുമ്പോഴത്തേന് തൃശ്ശൂരെത്തും. അങ്ങനെ നേരം നല്ലോണം വെളുത്തു. ഇനി അടുത്ത ലൊക്കേഷൻ വെച്ചാൽ കാലടിയാണ്. കാലടി ചെല്ലുമ്പോൾ നമുക്ക് അദ്വൈത സംസ്കൃത കോളേജില്ലേ, ശങ്കരാചാര്യരുടെ സംസ്കൃത കോളേജെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒരു പാലമാണ്. ഇവിടെ ഒരു പാലം പണിയുന്നുണ്ട്. ഒരു പുതിയൊരു പാലം പണിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല നീളമുള്ളൊരു പാലമാണിത്. ഈ പാലമൊക്കെ പണിത് കഴിയുമ്പോൾ പൊളിയായിരിക്കും. പാലത്തിൻ്റെ പണി ഏകദേശം പകുതി ആയിട്ടുണ്ട്. നല്ല നീളമാണല്ലോ പാലത്തിന്. കുറേ പണിക്കാരൊക്കെ ജോലിക്ക് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗാളികളാണ്. പെരുമ്പാവൂർ ബംഗാൾ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൻ്റെ മുഴുവൻ ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. മനോഹരമായൊരു പാലം വരുന്നത്. അങ്ങനെ നമ്മൾ കാലടിയിലെത്തിയിരിക്കുകയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ശങ്കരാചാര്യരുടെ സംസ്കൃത യൂണിവേഴ്സിറ്റി, കാലടി അദ്വൈത ആശ്രമം. ഇനി അങ്കമാലി ലക്ഷ്യമാക്കി നമ്മുടെ ബസ് പോവുകയാണ്. എയർപോർട്ടിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കൊക്കെ വരുന്നവർ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ്
എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി അങ്കമാലി സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ രണ്ടാമത്തെ ബസ് സ്റ്റോപ്പ് ആയ അങ്കമാലിയിലെത്തി. ഇവിടുന്ന് ചെന്നപ്പോൾ തന്നെ നമുക്കൊരു SCTCയുടെ ഒരു വണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു തമിഴ്നാടിൻ്റെ ഒരു കൊമ്പം വരുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇങ്ങനെ ഒരു പല സ്റ്റേറ്റുകളുടെയും ബസ്സുകൾ നമുക്ക് ഇങ്ങനെയുള്ള യാത്രകൾ കാണാൻ സാധിക്കും. തമിഴ്നാട്, കർണാടക, മെയിനായിട്ട് നമുക്ക് തമിഴ്നാടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ കർണാടകയും കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ സ്റ്റേറ്റുകളൊന്നുമില്ല. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്കും പോകാൻ വേണ്ടി കിടക്കുന്ന വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ലുക്കൊന്നും ഇല്ലാത്തൊരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഉരുളി കമത്തി വെച്ചേക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അങ്കമാലി സ്റ്റാൻഡിനോട് വിട പറഞ്ഞു. ഇനി നമ്മൾ 4 വരിപ്പാതയിലേക്ക് കയറാൻ പോവുകയാണ്. പാലിയേക്കര ടോൾ പ്ലാസയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിലാണ്. ഈ നമ്മുടെ പുതിയൊരു NH66 വന്നപ്പോഴത്തേന് ഈ റോഡിൻ്റെ പ്രതാപം എല്ലാം പോയി. അതിന് മുന്നേ ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പാലക്കാട് 4 വരിപ്പാത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ NH66 ഇത്ര സെറ്റപ്പായി വന്നത്. 6 വരിപ്പാത. ഇതൊക്കെ 4 വരിയാണ്. NH66 വന്നപ്പോഴത്തേന് ഇതിൻ്റെ എല്ലാം പ്രതാപം പോയി. അങ്ങനെ നമ്മൾ ആ 4 വരിപ്പാതയിലൂടെ പാലിയേക്കര ടോൾ പ്ലാസ ലക്ഷ്യമാക്കി പോവുകയാണ്. എപ്പോഴും വാർത്തകളിൽ കാണുന്നൊരു ടോൾ പ്ലാസയാണ് പാലിയേക്കര ടോൾ പ്ലാസ. നമ്മൾ ഈ യാത്രയിൽ ആകെ കാണുന്നത് 2 ടോൾ പ്ലാസയാണ് കാണുന്നത്. ഒന്ന് പാലിയേക്കര ടോൾ പ്ലാസയും പിന്നെ കോഴിക്കോട് എത്താറാകുമ്പോഴത്തേന് ഒരു കുഞ്ഞൊരു ടോൾ പ്ലാസ. കുഞ്ഞു ടോൾ പ്ലാസ എന്ന് വെച്ചാൽ കുഞ്ഞു ടോൾ പ്ലാസ. അപ്പോൾ നമുക്ക് NH66 ടോൾ പ്ലാസ ഇതുവരെയായിട്ട് ഓപ്പൺ ആയിട്ടില്ല. അതും കൂടെ വരുവാണെങ്കിൽ 3 ടോൾ പ്ലാസയാവും. പിന്നെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ പാലക്കാടിൻ്റെ ഭാഗത്തൊരു ടോൾ പ്ലാസയുണ്ട്. എവിടെ ചെന്നാൽ നമുക്ക് ശരിക്കും ടോൾ പ്ലാസകൾ കുറവുള്ളത് കേരളമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ ചെയ്ത യാത്രകളിലെല്ലാം ഏറ്റവും കുറവ് ടോൾ പ്ലാസകൾ കണ്ടിട്ടുള്ള കേരളത്തിലാണ്. ബാക്കി ഏത് സ്റ്റേറ്റിൽ ചെന്നാലും ഇഷ്ടം പോലെ മുട്ടിന് ടോൾ പ്ലാസകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ നമുക്ക് എണ്ണം എടുത്താൽ തന്നെ 3-4 കണ്ട ടോൾ പ്ലാസ ഉള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു കൺവെൻഷൻ സെൻ്ററാണ്. അടിപൊളി ഒരു കൺവെൻഷൻ സെൻ്ററാണ്. നല്ല ലുക്കുണ്ട് ഇത് കാണാൻ. ഈ റൂട്ടിലാണ് നമ്മുടെ ഒരു കോട്ട ധ്യാനകേന്ദ്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മെയിനൊരു ടൗണിനെ നമ്മൾ വിട്ടുപോയി, ചാലക്കുടി. അങ്കമാലി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ചാലക്കുടിയാണ്. നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്ഥലമായ ചാലക്കുടി. അവിടെ നിന്ന് നമുക്ക് വാൽപ്പാറ ഭാഗങ്ങളിലേക്കൊക്കെ ബസ് ലഭ്യമാണ്. വാൽപ്പാറ, അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കൊക്കെ പോകുന്നത് നമ്മൾ ചാലക്കുടി വഴിയാണ്. അപ്പോൾ ചാലക്കുടി നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ചാലക്കുടി. ചാലക്കുടി കഴിഞ്ഞാലാണ് തൃശ്ശൂർ വരുന്നത്. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ദിലീപിൻ്റെ ആ സിനിമ തിയേറ്ററൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നമുക്കൊരു ചാർജിങ് സ്റ്റേഷൻ കാണാൻ സാധിച്ചു. ഇലക്ട്രിക് വണ്ടികളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ചാർജിങ് സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ മണിച്ചേട്ടൻ്റെ സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ചാലക്കുടി ബസ് സ്റ്റാൻഡ്. ഇതൊരു പഴയൊരു സ്റ്റാൻഡാണ്. പുതിയ ഇന്നോവേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റാൻഡായ തൃശ്ശൂർ ലക്ഷ്യമാക്കി പോവുകയാണ്. ഈ 4 വരിപ്പാതയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ടെയ്നർ ലോറികളും അല്ലാത്ത ലോറികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ എത്തിയിരിക്കുകയാണ്. എപ്പോഴും വാർത്തകളിൽ കാണാൻ പറ്റുന്നൊരു ടോൾ പ്ലാസയാണ് പാലിയേക്കര ടോൾ പ്ലാസ. ശരിക്കും ഈ ടോൾ പ്ലാസയൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ ഇരട്ടിയുടെ 3 ഇരട്ടി 10 ഇരട്ടി 100 ഇരട്ടിയൊക്കെ പൈസ ഇവർ ഇതുവരെ ടോളായിട്ട് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ടോൾ പ്ലാസയൊക്കെ നിർത്തേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. KSRTCക്ക് ടോളുണ്ടോ എന്നറിയത്തില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തെങ്കിലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, KSRTCക്ക് ടോളുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ നമ്മുടെ ബസ് തൃശ്ശൂർ ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിലൊരു ആന ബസ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആനക്കുട്ടി. ആ ബസ്സിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യും.
നേരത്തെ എല്ലാ സ്റ്റേറ്റുകാരും കേരളത്തിൻ്റെ റോഡിനെക്കുറിച്ച് കുറ്റം പറയുമായിരുന്നു, കേരളത്തിൻ്റെ റോഡിന് വീതിയില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരുപാട് പുതിയ റോഡുകളെല്ലാം വരുന്നത് നല്ല വീതിയുള്ള റോഡുകളാണ്. ഈ യാത്രയിൽ ഏറ്റവും മോശം റോഡ് കാണാൻ സാധിച്ചത് കോഴിക്കോടൊക്കെ എത്താറാകുമ്പോൾ തന്നെ ചെറിയൊരു ഫറൂഖ് ഭാഗങ്ങളിലൂടെ ചെറിയ റോഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ആ റോഡ് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും ആ റോഡിൻ്റെ ഒരു നിലവാരം. KSRTC നമുക്ക് സൈഡ് തരുന്നില്ല. 2 ആനവണ്ടികൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. അവിടെ ആരെയോ ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിച്ചു. ശക്തൻ തമ്പുരാനാണോ എന്ന് സംശയം, ശ്രദ്ധിച്ചില്ല ആറ് പ്രതിമയാണെന്ന്. ആ ശക്തൻ തമ്പുരാൻ തന്നെയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ കാണുന്നതായിരുന്നു മറ്റേ റൗണ്ട് ആന, അതിൻ്റെ വരുന്ന ആകാശപാത. ഇതാണ് ആകാശപാത. നമ്മുടെ കോട്ടയത്ത് ഒരു ആകാശപാതയുണ്ട്. അത് ആകാശപാതയാണോ പടവലംപന്തലാണോ സംശയം. പടവലംപന്തലെന്നാണ് എപ്പോഴും എല്ലാവരും പറയുന്നത്. ഇതാണ് ശരിക്കും ഒരു ആകാശപാത. AC ഒക്കെ ഇട്ട് അടിപൊളിയൊരു രസമാണ് ഇതിലൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി. പക്ഷേ ഇതാരും യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇവിടെ ഉള്ളവരെപ്പോഴും റോഡ് ക്രോസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. വരുന്നത് മുഴുവൻ പുറത്തുള്ളവർ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ കയറുന്നുണ്ട്. ശരിക്കും ആകാശപാതയേക്കാളും നല്ലത് വല്ല സബ്വേ വല്ലം പണിയുന്നതായിരുന്നു നല്ലത്. നമ്മളൊരിക്കലും മേലോട്ട് കയറാൻ നോക്കുന്നില്ല, നമ്മൾ താഴോട്ട് ഇറങ്ങാനല്ലേ നോക്കുന്നത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ നഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. തൃശ്ശൂരിനൊരു പ്രത്യേകമുണ്ട്. ഒരുപാട് പണക്കാരുടെ ഒരു ജില്ലയാണ് തൃശ്ശൂർ. യൂസഫ് അലി, ജോയി ആലുക്കാസ്, അങ്ങനെ ഒരുപാട് റിച്ചായിട്ടുള്ള ആൾക്കാരെ സംഭാവന നൽകിയൊരു നഗരമാണ് തൃശ്ശൂർ. പിന്നെ തൃശ്ശൂരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂരിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഉത്സവം. നമ്മൾ ആ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ബസ്സെല്ലാം അതിലൂടെ തന്നെയാണ് പോകുന്നത്. തൃശ്ശൂർ ശരിക്കും ഒരു വട്ടമാണ്, മറ്റുള്ളൊരു ടൗൺ പോലെയല്ല. നമ്മൾ ഏകദേശം എല്ലാ സ്ഥലങ്ങളോടെയും കവർ ചെയ്താണ് നമ്മുടെ ഒരു യാത്ര പോകുന്നത്. തൃശ്ശൂരിലൂടെ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ ഒരിക്കലും കയറി ഫുഡ് കഴിക്കരുത്. അവിടെ കയറി ഞാനൊരു 2 പൊറോട്ടയും ഒരു ഓംലേറ്റും പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറയാം പൊറോട്ടയുടെ കൂടെ ഓംലേറ്റ് തരത്തില്ല, പൊറോട്ടയുടെ കറിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു മുട്ടക്കറിയോ കടലക്കറിയോ ചോദിച്ചപ്പോൾ പുള്ളിക്ക് മുട്ടക്കറിയോ കടലക്കറിയോ ഒന്നുമില്ല, ചിക്കൻ അങ്ങനെയുള്ള വലിയ വലിയ ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വലിയൊരു കടകളിൽ കയറി. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, അവിടെ കടലക്കറിയും പൊറോട്ടയും കിട്ടുന്നു. ഈ ചെറിയ കടകളിൽ ഉള്ളമാർക്കാണ് ഇച്ചിരി അസുഖം കൂടുതൽ. ഒരു തട്ടുകടയാണ്, ആ തട്ടുകടയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഒരു മൂഞ്ചിരി തട്ടുകട കണ്ടാൽ തന്നെ നമുക്ക് കയറാൻ തോന്നുന്നില്ല. പിന്നെ വില കുറവാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കയറാൻ വേണ്ടി നോക്കിയതാണ്. അപ്പം നമ്മളെ പറ്റിക്കാൻ നോക്കി. അങ്ങനെ എൻ്റെ സൂര്യൻ ഉദിച്ചു വരുന്നു. ഫ്രണ്ടിൽ നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കണം. നല്ല ക്യാമറയൊക്കെയാണ്, അടിപൊളി വിഷ്വൽസ് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ KSRTC സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. സൈഡിലൊരു അമ്പലം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ പേരറിയില്ല. അമ്പലത്തിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ശരിക്കും KSRTCയുടെ ഒരു ഹബ്ബെന്ന് വേണേൽ പറയാം. തൃശ്ശൂർ സ്റ്റാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാൻഡാണ് കേരളത്തിലെ തൃശ്ശൂർ സ്റ്റാൻഡ്. തൃശ്ശൂർ വരുവാണെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും പോകാം. കേരളമല്ല, ഈവൻ സ്റ്റേറ്റിന് വെളിയിൽ വരെ നമുക്ക് തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞാൽ പോകും. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് വെച്ചാൽ അങ്ങേയറ്റമുള്ളൊരു സ്ഥലമാണ്. തൃശ്ശൂർ കറക്റ്റ് കേരളത്തിൻ്റെ സെൻറ്റർ. നമുക്ക് എവിടെ വേണമെങ്കിലും തൃശ്ശൂർ സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞാൽ പോകാൻ സാധിക്കുന്നതാണ്. അത് ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് വേണേൽ പറയാം. പക്ഷേ നമുക്ക് തിരുവനന്തപുരമൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു പാടാണ്. ശരിക്കും ക്യാപിറ്റലാക്കേണ്ട ഒരു സിറ്റിയാണ് തൃശ്ശൂർ കേരളത്തിൻ്റെ. ഇപ്പോൾ എറണാകുളത്ത് ചെന്നാൽ പോലും എറണാകുളത്ത് ഒരു 8 മണി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട പാലാ ഭാഗത്തേക്ക് ബസ്സില്ല. പക്ഷേ തൃശ്ശൂരിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രാത്രി 24 അവേഴ്സ് ബസ്സാണ്. 24 അവേഴ്സ് ബസ്. അത് 1 മണിയോ 2 മണിയോ ഈ സമയം ഏതായിക്കോട്ടെ എപ്പോഴും നമുക്ക് ബസ്സാണ്. കേരളത്തിന് ഏത് ഭാഗത്തേക്കും ബസ് ലഭ്യമാണ്. പക്ഷേ എറണാകുളം എന്ന് പറയുന്നത് എറണാകുളം വലിയ സിറ്റിയൊക്കെയാണ്. പക്ഷേ എറണാകുളത്തേക്ക് ഒരു 8 മണി 7 മണി കഴിഞ്ഞാൽ ബസ്സില്ല പാലാ ഈരാറ്റുപേട്ട ഭാഗത്തേക്ക്. അതാണ് എറണാകുളം ടൗണിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. ഞാനൊക്കെ എറണാകുളം പോയി കഴിഞ്ഞാൽ നേരെ എറണാകുളത്ത് നിന്ന് പിന്നെ അങ്കമാലിയോ പെരുമ്പാവൂർ വരികയാണ് ചെയ്യുന്നത്. പെരുമ്പാവൂരൊക്കെ വരുമ്പോൾ തന്നെ പിന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്നുള്ള ബസ് കിട്ടും. അത് മാത്രമേ എറണാകുളം ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ ഒരു സൊല്യൂഷനുള്ളൂ രാത്രി ഭാഗങ്ങളിൽ. നമ്മുടെ സ്വന്തം ജില്ലയായ കോട്ടയത്തു നിന്ന് പോലും നമുക്കൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട പാലാ ഭാഗത്തേക്ക് ബസ്സില്ല. തൃശ്ശൂർ ശരിക്കും പൊളിയാണ്. നമുക്ക് ട്രാവലേഴ്സിനെ സംബന്ധിച്ച് തൃശ്ശൂർ പൊളിയാണ്. ഇത് പെരിയാർ അല്ല, സോറി, ഇത് കണ്ടമാണ്. ഞാൻ ഓർത്ത് പെരിയാറായിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ ബസ്
കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണ്. അടിപൊളിയാണ്. പല നാട്ടുകളിലും പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. ചിലയിടത്ത് കണ്ടം, ചിലയിടത്ത് വയൽ, ചിലയിടത്ത് നെൽപ്പാടം, അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്നൊരു വയലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ ചെറിയൊരു കുടുസ് വഴിയിലോട്ട് കയറും. ചെറിയ വഴി എന്ന് വെച്ചാൽ ചെറിയ വഴി. KSRTCയുടെ പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ടിപ്പ് പറയാം. KSRTC നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഫ്രണ്ട് സീറ്റ് നമ്മളെപ്പോഴും ബുക്ക്ഡായിട്ട് നമ്മളെപ്പോഴും KSRTCയുടെ സൈറ്റിൽ കയറി നോക്കണം സീറ്റ് ഏതൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത്. ഈ ഫ്രണ്ട് സീറ്റിൻ്റെ പ്രത്യേകത, ഫ്രണ്ട് സീറ്റ് എപ്പോഴും സോൾഡായിട്ട് കാണിക്കത്തുള്ളൂ. പക്ഷേ അത് സോൾഡ് അല്ല, അത് ഓട്ടോമാറ്റിക്കലി സോൾഡായിട്ട് കാണിക്കുന്നതാണ്. അവർ പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടക്ടർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റാണ്. അപ്പം ഇത് സോൾഡ് ചെയ്യുന്ന സീറ്റല്ല. അപ്പോൾ ഈ സീറ്റ് നമുക്ക് എപ്പോഴും ലഭ്യമാണ്, ഈ ഫ്രണ്ടിലത്തെ ഈ സിംഗിൾ സീറ്റ്. അപ്പോൾ സിംഗിൾ സീറ്റിൽ കയറുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ പുറകെ വരുന്ന സീറ്റെല്ലാം നമുക്ക് കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് പണിയാവും. ഇങ്ങനെയുള്ള ലോങ് ട്രിപ്പ് പോകുന്ന ബസ്സെല്ലാം റിസർവ്ഡ് ബസ്സായിരിക്കും. എനിക്ക് തിരിച്ചു വന്നപ്പോൾ പണി കിട്ടിയതാണ്. കാരണം നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കുഞ്ഞു വഴി കൂടെ പോവുകയാണ്. കോട്ടയം ജില്ലയിലെ പഞ്ചായത്ത് റോഡിൻ്റെ കുഴപ്പമില്ലാത്ത റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടല്ലേ, കുഞ്ഞു റോഡെന്ന് വെച്ചാൽ കുഞ്ഞു റോഡ്, ഒരു ബസ്സിന് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. കോട്ടയം ജില്ലയിലെ പഞ്ചായത്ത് റോഡിന് ഇതിൻ്റെ 2 ഇരട്ടി മുഴുപ്പുണ്ട്. കണ്ട കിലോമീറ്ററുകൾ 1-2 കിലോമീറ്ററൊക്കെയാണ് പിന്നെ പോട്ടെന്നൊക്കെ. ഇതെന്താണ് ഇങ്ങനെ മനസ്സിലാകുന്നില്ല ഈ റോഡ്. ഇനി മറ്റേ NH 66 വരുമ്പോഴത്തെ 66ൻ്റെ പണി നടക്കുന്നതുകൊണ്ടായിരിക്കും 66 വരുമ്പോൾ 66ലോട്ട് കണക്ട് ചെയ്യുമായിരിക്കും. അതുവരെയുള്ളൊരു താൽക്കാലിക സൗകര്യമായിരിക്കും ചിലപ്പം ഈ റോഡ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോകുന്ന വഴിക്കെല്ലാം നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ട്രാവലേഴ്സിനെ സംബന്ധിച്ച് റോഡ് അടിപൊളിയാണ്, നല്ല കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാം. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണിത്. അതായത് പകലൊരു ബിസി ടൈമിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണിത്. ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വല്ല ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. കുഞ്ഞു റോഡെന്ന് വെച്ചാൽ കുഞ്ഞു റോഡ്. 2 സൈഡിലും നമുക്ക് നെൽപ്പാടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളി വൈബാണ്. ഇവിടെയൊക്കെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് പോകണം. അടിപൊളി വെച്ചാൽ അടിപൊളിയാണ്. പക്ഷേ ഇവിടെയൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പുറകെ വരുന്ന വണ്ടിക്കാരൻ തന്തയ്ക്ക് വിളിക്കും, ബ്ലോക്കാവും. അതുകൂട്ട് റോഡാണത്. ആകെ 2 വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള ഇടയില്ല. നമ്മുടെ ബസ് ഇടുങ്ങിയ സ്ഥലത്തിൽ കൂടെ പോകണം. ഇടുങ്ങിയ സ്ഥലം വെച്ചാൽ ഇടുങ്ങിയ സ്ഥലം. ഇതിലും ഇടുങ്ങിയ സ്ഥലങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം. കണ്ടോ, വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോലും നമുക്ക് സ്പേസ് ഇല്ല. ഒരു ഓട്ടോ പോയിട്ട് പോലും അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. എന്ന് കണ്ടില്ലേ ഫ്രണ്ടിൽ പോകുന്ന ഓട്ടോയ്ക്ക്. ആ ഓട്ടോയ്ക്കുള്ള വഴി എന്ന് വേണം പറയാം, ഓട്ടോ വഴി. അതിലൂടെയാണ് നമ്മൾ ഇത്രയും വലിയൊരു ബസ്സൊക്കെ ആയിട്ട് പോകുന്നത്. അങ്ങനെ ഈ ഇടുങ്ങിയ വഴിയിലും ചെറിയൊരു ടൗണ്. റൊമാൽ റൊട്ടി എന്നൊക്കെ, റൊമാൽ കടയുടെ പേരാ റൊമാൽ റൊട്ടി എന്ന് പറഞ്ഞാൽ റൊട്ടിയൊക്കെ അല്ലേ. ഇതൊക്കെ താണ്ടി ചെല്ലുമ്പോഴാണ് നമ്മൾ NH 66ലേക്ക് കയറുന്നത്. നമ്മുടെ സ്വർഗം, നമ്മുടെ സഞ്ചാരികളെ സംബന്ധിച്ച് സ്വർഗമാണ് NH 66. നമ്മൾ ഏതോ ഒരു ആറ്, ഇത് ഏത് ആറാണെന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ നമ്മൾ NH 66ലേക്ക് എത്തിയിരിക്കുകയാണ്. NH 66 ഇപ്പോൾ ഒന്ന് ബൈപ്പാസ് പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ NH 66ൻ്റെ അടിയിൽ കൂടെ പോവുകയാണ്. അങ്ങനെ നമ്മൾ സെറ്റിയൊക്കെ
താണ്ടി ചെല്ലുമ്പോഴാണ് നമ്മൾ NH-66 കയറുന്നത്. അതുവരെ കുറച്ച് രാവിലെ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമുക്ക് ഒരു ഗുരുവായൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന ഒരു ബസ്സാണ്. ചാവക്കാട് വാടാനപ്പള്ളിയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത്. പോളി വൈവ് എന്ന് വെച്ചാൽ പോളി വൈവാണ് ബസ് ഞായറാഴ്ച കൊണ്ട് തിരക്കുമില്ല. അല്ലേ, ഫ്ലൈ ഓവർ പോകുന്ന കാണാം. നമ്മളങ്ങനെ NH-66 പ്രവേശിക്കാൻ പോവുകയാണ്. സഞ്ചാരികളുടെ സ്വർഗമായ NH-66. ഈ റോഡിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതിൻ്റെയൊക്കെ ഡ്രോൺ ഷോട്ടുകൾ കാണണം. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ ഡ്രോൺ ഷോട്ടൊക്കെ കാണണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സംഭവം മനസ്സിലാകുന്നത്, NH-66 എന്താണെന്ന്. ഈ NH-66 കുറിച്ച് പറയുവാണെങ്കിൽ, ഈ റോഡ് മുംബൈയിലെ പനവേൽ തൊട്ട് കന്യാകുമാരി വരെ നീളം വരുന്ന റോഡാണിത്. ഇപ്പം ഏകദേശം ഇത് കോട്ടയം ജില്ലയിലൂടെ ഈ റോഡ് പാസ് ചെയ്യുന്നില്ല. ഇത് എറണാകുളം ആലപ്പുഴ വഴി നേരെ തിരുവനന്തപുരം കന്യാകുമാരി വഴിയാണ് റോഡ് പോകുന്നത്. നമുക്ക് ഈ റോഡ് ലഭ്യമല്ല. റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടില്ല, പകുതിയോളം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇത് ഫുള്ളായി കഴിയുമ്പോൾ പൊളിയായിരിക്കും. പിന്നെ വണ്ടിയൊക്കെ റോക്കറ്റ് പോകുന്ന പോലെ പോകും. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഒരു എക്സിറ്റ് പോയിൻറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ കേരളത്തിന് പുറത്തേ ഇങ്ങനെയുള്ള റോഡുകളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള റോഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർണാടക, മഹാരാഷ്ട്രയിലൊക്കെ സ്ഥിരം നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള റോഡുകൾ. നമ്മൾ ഫൈനലി NH-66 പ്രവേശിച്ചിരിക്കുകയാണ്. ഈ റോഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 6 വരി പാതയാണ്. ഒരു സൈഡിൽ 3 വരിയും അപ്പുറേ സൈഡിൽ 3 വരിയും, പിന്നെ അതിൻ്റെ സൈഡിൽ അപ്രോച്ചും. അങ്ങനെ ശരിക്കും 8 വരിയുണ്ട്. 8 വരിയും പിന്നെ വേറൊരു സംഭവം. ഇത് നമ്മുടെ തണ്ണീർമുക്കം വണ്ട് പോലെയുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എന്തോ തണ്ണീർമുക്കം ബണ്ടാണോ, ഇതെന്തോ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്തെങ്കിലും അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം. നമ്മളങ്ങനെ വലിയൊരു പുഴയുടെ മേളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ പുഴയുടെ പേര് മറന്നുപോയി.
ഈ ആറുവരിപ്പാതയിൽ നമുക്ക് കാൽനട യാത്രക്കാർക്കും 2 വീലർക്കും 3 വീലറിനും പിന്നെ ട്രാക്ടറിനും അലൗഡല്ല. വലിയ വണ്ടികൾ മാത്രമേ ഈ റോഡിൽ നമുക്ക് അലൗഡുള്ളൂ. ഇത് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇതിന് നല്ല കാര്യമാണ്. ആക്സിഡൻ്റൊക്കെ ഒരുപാട് പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. 2 വീലറും 3 വീലർക്കാരുമാണ് ഭയങ്കര ശരി റോഡുകളിൽ. ഫൈനലി പൊന്നാനിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് പൊന്നാനി എന്ന് പറയുകയാണെങ്കിൽ മക്കേ ഓഫ് കേരളയാണ് പൊന്നാനി. പൊന്നാനി സ്റ്റാൻഡ് ഒരു കോഴിക്കോട് എന്തോ ഒരു പക്ഷിക്കൂട് പോലത്തെ ഒരു സ്റ്റാൻഡ്, ചെറിയൊരു സ്റ്റാൻഡ്. നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും ചെറിയ സ്റ്റാൻഡാണ് പൊന്നാനി ബസ് സ്റ്റാൻഡ്. ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു സ്റ്റാൻഡ് പണിയേണ്ട സമയം കഴിഞ്ഞു. ഇനി നമ്മൾ തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോഴിക്കോട്, ഇതാണ് ഇനി റൂട്ട് വരുന്നത്. നല്ല ആ സൈൻ ബോർഡൊക്കെ കാണാൻ എന്നാ ഒരു ഭംഗിയാണ്. ഒരു സഞ്ചാരി സംബന്ധിച്ച് ആ സൈൻ ബോർഡൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അത് കാണുമ്പോൾ കിട്ടുന്നത്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയൊരു ജില്ലയാണ് മലപ്പുറം. അങ്ങനെ നമ്മൾ അടുത്ത വലിയൊരു പാലത്തിലേക്ക് കയറുകയാണ്. ഇതും അതുപോലെ തന്നെ വേമ്പനാട്ട് വണ്ട് പോലെ തന്നെ ചെയ്തു വച്ചിരിക്കുകയാണ്. നല്ലൊരു വൈബ് ഉണ്ട്. ഇപ്പോൾ സമയം 10 മണി. നമ്മുടെ ബസ് അങ്ങനെ തിരൂർ എത്തിയിരിക്കുകയാണ്. തിരൂർ അടിപൊളി ഒരു നല്ല രീതി മനോഹരമായ ഒരു സിറ്റിയാണ്. നല്ല അലങ്കാരമൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ് മറ്റേ ആറിൻ്റെ തീരത്ത്. അങ്ങനെ നമ്മൾ തിരൂർ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. തിരൂർ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഏകദേശം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തിരൂർ റെയിൽവേ സ്റ്റേഷനോട്ട് പോകാൻ ഈ ബസ്സിൽ തന്നെ പോയാൽ മതി. നമുക്ക് കറക്റ്റ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ബസ് പോകുന്നത്. നല്ല അടിപൊളി, പോകുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ഇതിലൂടെ എല്ലാം ഇറങ്ങി നടന്നതാണ്. അങ്ങനെ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നവീകരിച്ചൊരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മനോഹരമായൊരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് കണ്ടില്ലേ, ആ തിരൂർ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എന്നാ പൊളിയാ. തിരൂർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിരിക്കുന്ന ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞ് നമ്മൾ തിരൂർ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. തിരൂർ വലിയൊരു സിറ്റിയാണ്. മലപ്പുറം ജില്ലയിലെ വലിയൊരു സിറ്റിയാണ് തിരൂർ. ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയൊരു സിറ്റി കയറിയിരിക്കുന്നത് തിരൂരാണ്. അങ്ങനെ തിരൂർ ടൗണിലൂടെ നമ്മൾ പോവുകയാണ്.
നമുക്ക് കോഴിക്കോട്ടേക്ക് ഈ റൂട്ടെല്ലാം പിന്നെ കുറ്റിപ്പുറം വഴി പോവാം. കൂടുതലും നമുക്ക് കുറ്റിപ്പുറം വഴിയാണ് പോകുന്നത്. ഞാൻ കുറ്റിപ്പുറം വഴിയാണ് കൂടുതൽ പോയത്. ഞാൻ ഈ റൂട്ട് വഴി ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ വളരെ ചുരുക്കമേ പോയിട്ടുള്ളൂ ഈ റൂട്ട് വഴി. ഞാൻ കൂടുതൽ കുറ്റിപ്പുറം വഴിയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിട്ടുള്ളത്. ഇതാണ് തിരൂർ ടൗണ്. വലിയ സിറ്റിയാണ് തിരൂർ. മലപ്പുറം ജില്ലയിലെ ഒരു ഫേമസ് സ്ഥലമാണ് തിരൂർ. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ഒരേ പേരുകൾ, ഏകദേശം തിരൂർ, താനൂർ, തവനൂർ, അങ്ങനെ എല്ലാ ഊര് ചേർത്ത് കുറേ ഏകദേശം സെയിം രീതിയിൽ വരുന്ന സ്ഥലപ്പേരുകൾ ഒരുപാടുണ്ട് ഇവിടെ. എന്നാൽ നമ്മൾ തിരൂർ ബസ് സ്റ്റാൻഡിലോട്ട് പ്രവേശിക്കുകയാണ്. ഏകദേശം തമിഴ്നാടിൻ്റെയൊക്കെ ബസ് സ്റ്റാൻഡ് പോലെ അതുപോലത്തെ ഒരു ആർച്ചൊക്കെ പണിതിട്ടുണ്ട്. കാരണം കേരളത്തിലെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനത്തെ ഒരു ആർച്ചൊന്നും കാണാൻ സാധിക്കില്ല. തമിഴ്നാട്ടിലെ എല്ലാ ബസ് സ്റ്റാൻഡിലും ഇങ്ങനത്തെ ഒരു ആർച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് തിരൂർ ബസ് സ്റ്റാൻഡ്. വലിയ ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ വലിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ മിക്സഡാണ്. KSRTCയും പ്രൈവറ്റും കൂടെ മിക്സഡാണ്. ഇവിടുത്തെ ബസ്സെല്ലാം കുട്ടി ബസ്സുകളാണ്, കുഞ്ഞു ബസ്സുകളാണ്. നമ്മുടെ അവിടുത്തെ പോലത്തെ വലിയ ബസ്സുകളൊന്നുമല്ല. ഏറ്റവും നല്ല ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ കാണാൻ അടിപൊളിയുള്ളത് ഈ കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളായ പാല, ഈരാറ്റുപേട്ട, പിന്നെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഭാഗങ്ങളിലൊക്കെ ബസ്സുകളാണ് ഏറ്റവും നല്ല മനോഹരമായ ബസ്സുകളുള്ളത്. ഈ ഭാഗങ്ങളിലൊക്കെ ബസ് എന്ന് വെച്ചാൽ കുട്ടി ബസ്സാണ്. പിന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത വെച്ചാൽ ബസ്സിൽ നമുക്ക് ടിക്കറ്റ് തരത്തില്ല. നമ്മളവർക്കും അവർ മറന്നു പോയതായിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. നമുക്കത് പിന്നീടേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നമ്മൾ പരപ്പനങ്ങാടി ലക്ഷ്യമാക്കി പോവുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടിയിലും റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇനി റെയിൽവേ സ്റ്റേഷനെല്ലാം കാണാൻ സാധിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് വെച്ചാൽ നമ്മുടെ ഈ ബസ് പോകുന്ന കോസ്റ്റൽ ഏരിയ വരെയാണ് പോകുന്നത്. പക്ഷേ നമുക്ക് കടലൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ കോസ്റ്റൽ ഏരിയ വഴിയാണ് ബസ് പോകുന്നത്. നമ്മുടെ വണ്ടി വീണ്ടും ഒരു പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ചെറിയൊരു കുഞ്ഞൊരു പാലം. നമുക്ക് ഇത്ര 8 മണിക്കൂർ യാത്ര ചെയ്താൽ മടുക്കാത്തൊരു യാത്രയായിരുന്നു ഇത്.